കേരളം 2025 മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി DDAG ഡിജിറ്റൽ ഡി അഡിക്ഷൻ വന്യജീവി സംരക്ഷണത്തിനും മനുഷ്യജീവിതം ഭദ്രമാക്കുന്നതിനും തനത് അറിവുകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള വനം വന്യജീവി വകുപ്പും കേരള വന ഗവേഷണ സ്ഥാപനവും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും സഹകരിച്ച് സംഘടിപ്പിക്കുന്ന പദ്ധതി ഗോത്ര ഭേരി പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ലോക കേരളം ഓൺലൈൻ ഗുണഭോക്താക്കൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും കൂടുതൽ പ്രയോജനകരമാകും വിധം മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കാൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഹരിതമിത്രം 2.0 സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി കോഴിക്കോട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ കലാരത്ന പുരസ്കാരം നേടിയത് ജാനകി രാജ്. ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയ മലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടർ മോഹൻ. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനുള്ള സഹകരണ വകുപ്പിന്റെ ആപ്ലിക്കേഷൻ അങ്ങാടി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ ജനുവരി 30 ആരംഭിച്ച ക്യാമ്പയിൻ അശ്വമേധം 6.0 കേരളത്തിൽ കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന ആദ്യ റെയിൽപാത എറണാകുളം മുതൽ ഷൊർണൂർ റെയിൽപാത 2025 ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് തുറന്നതെവിടെ ആലുവ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ നിലവിലെ ദിവസവേതനം 369 രൂപ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. KSRTCക്കായി നിലവിൽ വന്ന ടോൾ ഫ്രീ നമ്പർ 149. ജനവാസ മേഖലകളിലോ കൃഷിസ്ഥലങ്ങളിലോ ഇറങ്ങുന്ന ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ ദീർഘമായ നടപടികൾക്ക് കാത്തുനിൽക്കാതെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്നതിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വന്യമൃഗങ്ങൾ വനത്തിന് പുറത്തേക്ക് പ്രവേശിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വിത്തൂട്ട്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് CV രാമൻപിള്ള റോഡ് തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറ മുതൽ ചെങ്കിട്ട വരെയാണ്. 3.275 കിലോമീറ്ററാണ് നീളം.